ഇവരായിട്ട് ആൾക്കാർ നേരത്തെ കാണിച്ചതല്ലേ. അപ്പൊ ഗൈസ് ഇവരാണ് കേട്ടോ നമ്മൾ വന്ന ബേഡ്സ്. അപ്പൊ നമുക്ക് ഇവരെന്ത് ചെയ്യാം, ഒരു വൃത്തിക്കുള്ള സ്ഥലത്ത് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ പണ്ട് എനിക്കൊരു അടി കിട്ടിയ ഷോബജീസ് ആണ് അവിടെ ഉള്ളത്. നമ്മുടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സിക്ക്. എൻ്റെ പേര് വിശാൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ ഏരിയയിലേക്ക് പുതുതായിട്ട് കുറച്ച് ആൾക്കാരോട് വരുന്നുണ്ട്. പുതിയ കുറച്ച് ബേഡ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബേഡ്സ് എവിടെ നിന്നാണ്, ഏതൊക്കെയാണ് ബേഡ്സ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു, ബേഡ്സ് വരുന്നുണ്ട് കൊണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ എത്തിയിട്ടുണ്ട്. നിലവിൽ അവർ ക്വാറന്റൈനിലായിരുന്നു, ഇപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവരാണ് കേട്ടോ നമ്മൾ വന്ന ബേഡ്സ്, ഹെലികോപ്റ്റേഴ്സ്, ഷോബജീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടോ. ഇതാണ് അല്ലേ മഴയൊക്കെ ആയിട്ട് ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് പൊളിക്കണം വെച്ചാൽ പിന്നെ നമ്മൾ പൊളിച്ചില്ല. കാരണം നമ്മൾ വരുന്ന ബേഡ്സിനെ ക്വാറന്റൈൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം മസ്റ്റായിട്ട് നമുക്ക് ആവശ്യം കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളുണ്ട്. ഇതുപോലെ നമ്മൾ ഇവർക്ക് വേണ്ടി ആന്റിബയോട്ടിക് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാ കോഴ്സും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ മേലോട്ട് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇവരെ നേരെ മേലോട്ട് കൊണ്ടുപോവാം. അമ്മ കണ്ട മിക്കവാറും നല്ല കുത്തിട്ടും ഇവിടെ ഒക്കെ പൊടിയായി കണ്ട്. ഇവരായിട്ട് ആൾക്കാർ നേരത്തെ കാണിച്ചതല്ലേ, ഒരു സൈലന്റ് സ്ഥലത്ത് നിന്ന് വരികയാണ്. ഇപ്പൊ നല്ല പൊളിക്കും ഇവിടെ കുറച്ച് നേരത്തേക്ക് വരെ. വലിയ സൗണ്ട് ഒന്നുമില്ലല്ലോ. സാധനം ഇങ്ങനെ നല്ല കേട്ടോ. പുറമെ നമ്മള് ഏതെങ്കിലും ഒരു പേരതിൻ്റെ ഉള്ളോട്ട് കയറ്റിയാൽ കഴിഞ്ഞ കഥ. ഇവിടെ ഇപ്പോ നമ്മൾ അങ്ങാടിക്കുരുകളൊക്കെ പാറി കിടക്കുന്നുണ്ട്. അയച്ചിനെ കൊണ്ട് ശൈലുണ്ടോ, ഈ സ്ഥിതിയാണ് ഇവിടെ. അപ്പൊ ഞാൻ അവർക്ക് ഡീറ്റെയിൽ കാണിച്ചു തരാം വീഡിയോ. അപ്പൊ നമുക്ക് ഇവരെന്ത് ചെയ്യാം, ഒരു വൃത്തിക്കുള്ള സ്ഥലത്ത് വെക്കാം. ഇപ്പൊ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. കാരണം നമുക്ക് കേജ് അറേഞ്ച്മെന്റ്സ് കുറെ ചെയ്യാനുണ്ട് കേട്ടോ. കുറെ കേജ് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട്. കാരണം വെച്ചാല് നമ്മൾ അന്ന് വന്നപ്പോ വെറുതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തത്. ഓരോരുത്തരും ഒരു നിശ്ചയ സ്ഥലം സെറ്റ് ആക്കില്ല. ഇനി എല്ലാവരും സെറ്റ് ആക്കാണ്ട് സണ്ണിന് സ്ഥലത്ത് വെക്കാണ്ട് കൊന്നൂർസിന് സ്ഥലത്ത് ആക്കാനുണ്ട്. തൽക്കാലം വന്നവരിവിടെ കിടക്കട്ടെ കേട്ടോ. ഇത് തന്നെ കുറെ നമുക്ക് പെയറാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെയർസ് നമുക്ക് ഏതൊക്കെയാണ് പെയർസ് എന്നോ എന്താണെന്നൊന്നും അറിയൂല. അപ്പൊ നമുക്ക് അടുത്തവരും കൊണ്ട് വെക്കാം. ഫിഞ്ചും കൊണ്ട് മാറി, ഫിഞ്ചും കൊണ്ട് മാറി. ഇങ്ങോട്ട് ഓക്കെ, ഇങ്ങനെ. അപ്പം ഇവരാട്ടോ നമ്മൾ ആൾക്കാർ. നമ്മളിവിടെ അകത്ത് വെക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് മുമ്പ് വരെ നല്ല മഴ, ഇപ്പൊ നല്ല വെയില്. ക്ലൈമറ്റിന് അറിയില്ല എന്താ സ്ഥിതിന്ന്. അപ്പോൾ അത് പോട്ടെ, അതല്ല നമ്മളെ വിഷയം. അപ്പോൾ വന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. വന്നതിൽ നമുക്കിപ്പോൾ വന്നത് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, ഷോബജീസ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൻബോസ് ഉണ്ട്. അപ്പൊ ഈ വന്നത് ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ടെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷോബജീസ് നല്ല ക്വാളിറ്റീസ് ഉണ്ട്, ഒരു മീഡിയം ക്വാളിറ്റീസ് ഉണ്ട്. 1000 ഉറുപ്പിട്ടുള്ള ഷോബജീസ് അങ്ങ് 10, 20, 25, 30 ഉറുപ്പിയുള്ള ഷോബജീസ് നമുക്ക് മാർക്കറ്റിൽ നിലവിലുണ്ട് കേട്ടോ. അത് ഓരോ ബേസ്ഡ് ഓൺ ക്വാളിറ്റി. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ബേസ്ഡ് ഓൺ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഷോബജീസ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് വന്നതിൽ എല്ലാവരും നല്ല ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, അതുപോലെ നമുക്ക് വളരെ കുറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹെലികോപ്റ്റേഴ്സ് എല്ലാവരും ഹെലികോപ്റ്റേഴ്സ് വയ്ക്കുമ്പോൾ ചിലർ മേടിച്ചിട്ട് എനിക്ക് അയക്കാണ്ട് ഇതിങ്ങനെ എന്താ സ്ഥിതി ഹെലികോപ്റ്റർ തന്നെ ആണോ എന്ന്. ഹെലികോപ്റ്റേഴ്സ് ആണ്, പക്ഷേ ഹെലികോപ്റ്റേഴ്സിലും ഞാൻ ഇത് പറഞ്ഞ തന്നെ ക്വാളിറ്റി ഇത് മിസ്മാർക്കിംഗ് ആണ്. ഈ 2 ഹെലികോപ്റ്റേഴ്സും കണ്ടോ, അത് മിസ്മാർക്കിംഗ്. ഹെലികോപ്റ്റർ തന്നെ പലതരം ഹാങ്കോസ് ആയിട്ട് കണ്ടമാനം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഹെലികോപ്റ്റേഴ്സിൽ. അപ്പം ഇത് മിസ്മാർക്കിംഗ് ആണ് വരുന്നത്. പിന്നെ റെയിൻബോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. അപ്പം ഇത്രയും പേരാണ് നമുക്ക് വന്നത്. ഇവരെ ഫുഡിന്റെ രീതി വെച്ചാൽ സാധാരണ നമ്മളെ ലവ് ബേർഡ്സിനെ പോലെ തന്നെയുള്ള ഫുഡാണ് സാധാരണ കഴിക്കാറ്. സ്പ്രൗട്ട് നമുക്ക് കൊടുക്കാം. വന്നവരിൽ കുറച്ച് പേര് ബ്രീഡിംഗ് ബേസ് ആണ്, രണ്ട് പേര് ബ്രീഡിംഗ് ബേസ് ആണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പെയറാക്കണം. പോരാത്തിന് നമുക്കൊരു ഷോബജീസിന്റെ വലിയൊരു ഹെവി ക്വാളിറ്റി വരാൻ കഴിയില്ല. അതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പണ്ട് എനിക്കൊരു അടി കിട്ടിയ ഷോബജീസ് ആണ് അവിടെ ഉള്ളത്. നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, റെയിൻബോസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പേര് തിരിച്ച് മറിച്ചിട്ടിട്ട് പെയറാകണം. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല രസമുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. പോരാത്തതിന് ഇനിയിപ്പോ ഇവരെ പെയറാക്കണം. ഇവർക്ക് സാധാരണ ഇവർക്ക് ബോക്സിന് വെച്ച് കൊടുത്താൽ നമ്മളെ ഹെലികോപ്റ്റർ എഗ് അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ടോള്. അടുത്ത എഗ്ഗിങ്ങിനായി നമ്മളെ ഹെലികോപ്റ്റർ അടുത്ത എഗ്ഗിങ്ങിനായിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ വെറുതെ വിട്ടു കേട്ടോ. നമ്മൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരൊറ്റൊരു ബേർഡിന് ബ്രീഡിങ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബേർഡ്സിന് ബ്രീഡിങ് അല്ല വലുത്, എനിക്ക് എൻ്റെ ബേർഡ്സാണ് വലുത്. സോ എല്ലാവരും നമ്മൾ വിട്ടിട്ടാണ്. ഇത്രയൊക്കെയാണ് നമുക്കൊന്ന് ബേർഡ്സ് കേട്ടോ. അപ്പം ഇവരുടെ അടുത്ത് നമ്മൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വെറുതെ ഫ്രീ ആക്കി വെച്ചിട്ടാണ്. അപ്പോൾ വന്നവർത്തിനെ കണ്ടിരുന്നു. പിറ്റേന്ന് അതിൽ എഗ്ഗ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൽ പിറ്റേന്ന് അതിൽ എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താവട്ടെ,
അപ്പോൾ ഇവരെ വന്നത് എവിടെ വെച്ചാൽ കോഴിക്കോട് നിന്നാണ്. ഷനോജേട്ടൻ എന്ന് പറഞ്ഞൊരു ആളെ ബേഡ്സ് ആണിത്. അതേപോലെ ഷനോജേട്ടൻ ഷെരീഫ് കാണുന്ന രണ്ടാൾക്കാർ ബേഡ്സ് ആണിത്. ഇത് വീടിന് റിനോവേഷൻ വന്ന സമയത്ത് എനിക്ക് അയച്ചാണ്. കാരണം ഓർക്ക് നമുക്കറിയാം വീട് പണിക്കൊക്കെ ഞാനൊക്കെ ഏറ്റവും അനുഭവിച്ച വീട് പണിക്കാണ്. അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് അയച്ചു തന്നത്. എന്താ വെച്ചാൽ ഓർക്കും ഹോൾഡിങ് കുറച്ച് ഇഷ്യൂസ് വരും, ബേഡ്സിനൊക്കെ കുറച്ച് വയ്യായികളൊക്കെ വരും ആ സമയത്ത്, വീട് പണി സമയത്ത്. നമ്മുടെ അടുത്ത് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് പറഞ്ഞതാണ്, മൂപ്പര് അത് നമുക്ക് അയച്ചു തന്നെയാണ്. അപ്പം മൂപ്പര് അയക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഷെരീഫ് എന്നോട് അയക്കുമ്പോൾ പറഞ്ഞു കുറച്ച് 2-3 ബേഡ്സ് ഒക്കെ വീക്കാണ്, വിശാഖ നോക്കിയിട്ട് എടുക്കണമെന്ന്. ശരിയാണ്, 2-3 ബേഡ്സ് വീക്കാണ്. ശോഭാജീസിനെ സംബന്ധിച്ചിട്ട് വീക്കായാൽ കുറച്ച് റിസ്ക് ആണ് നമുക്ക് തിരിച്ചെടുക്കൽ. മിക്ക ബേഡ്സിനും പറഞ്ഞ തന്നെ കുറച്ച് ഇവർ അതേപോലെ തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സാധാ നമ്മുടെ ബേഡ്സിനെ പോലെ തന്നെയാണ്, എഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ സാധാ നമ്മുടെ ബേഡ്സിനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ വീഡിയോസ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കും. അത് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.